ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 6. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ആത്മാവ് യാതൊരാളാൽ ജയിക്കപ്പെട്ടിരിക്കുന്നുവോ അയാൾക്ക് താൻ തന്നെ ബന്ധുവാണ്. എന്നാൽ അനാത്മവാനാകട്ടെ താൻ തന്നെ സ്വയം ശത്രുഭാവത്തിൽ വർത്തിക്കുന്നു. ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു, തൻ്റെ ബന്ധുവും തൻ്റെ ശത്രുവും താൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉയർത്തേണ്ടത് താൻ തന്നെയാണ്. ഒരിക്കലും തന്നെ തന്നെ ഇകഴ്ത്തുന്നവനായിട്ട് താഴ്ത്തുന്നവനായി തീരരുതേ എന്ന് ഉപദേശിച്ചു. അതിൻ്റെ വിശദീകരണം എന്നോണമാണ് ഈ ശ്ലോകം അവതരിപ്പിക്കുന്നത്. ഇവിടെ ആത്മശബ്ദത്തിന് പല തലങ്ങളിൽ അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. സാധാരണ നാട്ടിൽ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് ശരീരഹത്യയാണ്. ആത്മാവിനെ ഹനിക്കാൻ സാധിക്കില്ല. എന്നാലും ആത്മാവ് ഏത് എന്ന് തിരിച്ചറിയാത്ത തലത്തിൽ ശരീരത്തെ ഹനിച്ചാൽ ആത്മഹത്യ എന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. വാസ്തവത്തിൽ ആത്മാവ് ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നും ചെയ്യിക്കുന്നുമില്ല. അപ്പൊ അജ്ഞാനതലത്തിൽ ഈ ശരീരം തുടങ്ങിയ ഉപാധികളെ അഥവാ ജീവാത്മാവ് പ്രവർത്തിപ്പിക്കുന്ന ഈ ശരീരത്തെ പോലും ആത്മശബ്ദം കൊണ്ട് പറയാറുണ്ട്. ജീവാത്മാവ് എന്നും പറയാറുണ്ട്. അത് ജീവനെയാണ്. പരമാത്മാവ് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ ആത്മശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ കർമ്മയോഗാനുഷ്ഠാനത്താൽ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും അന്ധക്കരണങ്ങളെയും ആത്മശബ്ദത്താൽ പറയപ്പെട്ടിട്ട് അതിനെ ആരാണോ നിയന്ത്രിച്ച് സ്വാധീനമാക്കി വെച്ചിരിക്കുന്നത്, എങ്ങനെ നിയന്ത്രിച്ചിട്ട്? മനസ്സിൻ്റെ ഏകാഗ്രതമമായിരിക്കുന്ന സാധനാവിശേഷങ്ങളെ കൊണ്ട്, ശമം എന്ന ഉപായത്തെ കൊണ്ടും, ഇന്ദ്രിയങ്ങളുടെ തോന്നിയോണമുള്ള അനിയന്ത്രിതമായ പരക്കം പാച്ചിലിനെ സാധനാവിശേഷം കൊണ്ട്, ഉപായങ്ങളെ കൊണ്ട് നിയന്ത്രിച്ചിരിക്കുന്ന ആളും, അങ്ങനെ ആരാണോ സ്വാധീനിച്ച് വെച്ചിരിക്കുന്നത് അയാൾക്ക് അയാളുടെ ശരീരേന്ദ്രിയ അന്ധക്കരണങ്ങൾ ബന്ധുവാകുന്നു. ആത്മാവ് എന്ന അർത്ഥത്തിൽ ശരീരേന്ദ്രിയ അന്ധക്കരണങ്ങളെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് അവയ്ക്ക് ബന്ധുവാണ്. അപ്പൊ ശരീരേന്ദ്രിയ അന്ധക്കരണങ്ങളാകുന്ന ഉപാധികളെ ജയിച്ചിരിക്കുന്ന, നിയന്ത്രിച്ചിരിക്കുന്ന ആൾക്ക് അവയെ സാധനയ്ക്ക് അനുകൂലമായി നയിക്കാനാവും. ആരാണോ നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറഞ്ഞ പോലെ നിത്യജപകീർത്തനാദികള്, ധ്യാനം മുതലായവ ചെയ്യുന്നത് നിയന്ത്രിതമായ രീതിയിൽ കാണേണ്ടതിലേക്ക് പോയിക്കോ, കാണേണ്ടത്തിന് തിരിച്ചു വന്നോ എന്നുള്ള കടിഞ്ഞാൺ തൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ നിയന്ത്രിതമായ തോതിൽ അവയുടെ പ്രേരണയ്ക്ക് വശംവദനാവാതെ ആർക്ക് നയിക്കാനാവുന്നുവോ അവർക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരവും അയാൾക്ക് ബന്ധുവാണ്. അയാൾക്ക് സൗഖ്യത്തെ നൽകുന്നതാണ്, അയാളെ ജന്മലക്ഷ്യത്തിലേക്ക് നയിക്കുന്നവയാണ്, തൻ്റെ ഉന്നതിയിലേക്ക് തന്നെ ഉയർത്തുന്നവയാണ്. അതുകൊണ്ട് ബന്ധുവാണ്. ആരാണോ ഇതൊന്നും ചെയ്യാതെ, സാധനാനുഷ്ഠാനങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ തോന്നിയ പോണം ഇന്ദ്രിയങ്ങളെ പലവിധ വിഷയങ്ങളുടെ പിന്നാലെ മേയാൻ അനുവദിക്കുന്നത്, അങ്ങനെയുള്ള ആള് അയാൾക്ക് തന്നെ ശത്രുവായി തീരുന്നു. ആത്മാവിൻ്റെ ഉന്നതിക്ക് തടസ്സമായി നിൽക്കുന്നു. പരിണതഫലമോ എന്നും അശാന്തിയും അസ്വസ്ഥതയും അസമാധാനവും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരാണോ ഇന്ദ്രിയങ്ങളെയും ശരീരാദി ഉപാധികളെയും നിയമിച്ച് സ്വാധീനമാക്കി വശത്തിൽ വയ്ക്കുന്നത്, അതിന് യത്നിക്കുന്നത്,
അതിലൂടെ മാത്രമേ പരമപുരുഷാർത്ഥപ്രാപ്തിയും മോക്ഷപ്രാപ്തിയും ഉണ്ടാകുന്നുള്ളൂ. അല്ലാതെ അജിതാത്മാവായ, അതായത് ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനായ ആൾ ശത്രുവെ പോലെ ശത്രുഭാവത്തിൽ തനിക്ക് തന്നെ ശത്രുവായി ഭവിക്കുന്നു. ഇത് രാമായണത്തിൽ കാണാം. അധ്യാത്മരാമായണത്തിലെ മൂലഗ്രന്ഥത്തിൽ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്ന ഭാഗമുണ്ട്. സ്വന്തം ചിത്തം കീഴടക്കാൻ സാമർഥ്യമിയലാത്തവൻ സർവരാജ്യം ജയിച്ചാലും സൗമിത്രേ മെച്ചമില്ലതിൽ. ആദ്യം ജയിക്കേണ്ടത് അവനവനെ തന്നെയാണ്. അവനവനെ തന്നെ എന്ന് പറയുമ്പോൾ അവിടെ പരമാത്മ ശബ്ദമല്ല, അവിടെ ഇന്ദ്രിയാന്തഃകരണങ്ങളെ ആര് നിയന്ത്രിതമാക്കി വെച്ചിക്കാൻ അഭ്യാസം ചെയ്യുന്നുവോ ആ അഭ്യാസം ചെയ്യുന്ന ഒരാൾക്ക് അവയെ നിയന്ത്രിക്കാനാകും. അങ്ങനെ ഇന്ദ്രിയാന്തഃകരണങ്ങളുടെ വശത്തിൽ കഴിയുന്നയാൾ അവയുടെ വശത്തായി പോയാൽ, അവ പ്രേരിപ്പിക്കും പോലെ തോന്നിയോണം പ്രവർത്തിക്കാൻ പോയാൽ, പ്രലോഭിപ്പിക്കും പോലെ വർത്തിച്ചുകൊണ്ട് പല വിഷയങ്ങളുടെ പിന്നാലെ വിഷയാസക്തനായി കഴിയുന്ന ആള്, അയാളുടെ ആത്മാവ് അയാൾക്ക് തന്നെ ശത്രുഭാവമായി ഭവിക്കുന്നു. അയാൾ ഇന്ദ്രിയ മനോബുദ്ധികളിൽ അഭിമാനിച്ച് വിഷയങ്ങളിൽ ഭ്രമിച്ച് കഴിയുന്ന ആ ജീവൻ ആത്മമഹിമയറിയാതെ വിഷയലോലുപനായി കഴിയുന്നത് കൊണ്ട് അയാൾ തന്നെ ശത്രുവാണ്. അതുകൊണ്ട് ഇവിടെ തരുന്ന ഉപദേശം അനേക അനർത്ഥങ്ങളിൽ ചെന്ന് പതിച്ച് കഷ്ടനഷ്ടങ്ങളെ ഏറ്റുവാങ്ങി അശാന്തി, അസമാധാനം, അസ്വസ്ഥതകളിലേക്ക് പോകാതെ തന്നെ നേരെയാക്കേണ്ടത്, തന്നെ ഉയർത്തേണ്ടത് ഇന്ദ്രിയ അന്ധകരണങ്ങളെ നിയമനത്തിൽ വയ്ക്കുന്ന നിത്യനിരന്തരമായ സാധനാനുഷ്ഠാനങ്ങളെ കൊണ്ടും അങ്ങനെയുള്ള നിരന്തരമായ അഭ്യാസം കൊണ്ടും താൻ ഒരു മനുഷ്യനാണ്, ആ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള ലക്ഷ്യബോധത്താലും അവനവൻ അധികാരപ്പെട്ട സാധനാ മാർഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നേടിയെടുക്കാൻ തനിക്ക് താൻ തന്നെയാണ് തുണയായിട്ടുള്ളത്, ബന്ധുവായിട്ടുള്ളത്. അതിനൊരു മറ്റൊരാളും വിചാരിച്ചിട്ട് കാര്യമില്ല. തന്നെ നേരെയാക്കേണ്ടത് താൻ തന്നെയാണ്. തന്നെ നശിപ്പിക്കുന്നവനായി താൻ ഒരിക്കലും തീരരുതേ എന്നുള്ള ഒരു ഉപദേശമാണ് ഈ ശ്ലോകത്താൽ നമുക്ക് നൽകുന്നത്.